അണ്ണൻ തമ്പി സ്നേഹന്റെ കാര്യാത്തതാ. ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല, എന്നെയും ആരും സ്നേഹിച്ചിട്ടില്ല. അന്ന ഇപ്പോ എന്തൊക്കെയോ മനസ്സിൽ വരുന്നു. ഇവൻ തമ്പി, ഇവൻ കല്യാണം വെച്ചുകൊള്ളാം. ഹലോ, how are you? I am fine. Thanks. മീനയുടെയും ഭുവനചന്ദ്രന്റെയും വിവാഹത്തോടു കൂടി അവർ മാത്രമല്ല ഒന്നായത്, മറിച്ച് പിണങ്ങി നിന്നിരുന്ന രണ്ട് കുടുംബങ്ങൾ കൂടിയാണ് ഒന്നു ചേർന്നത്. വളരെ വലിയ പ്രശ്നമായിരുന്നു. എന്നാൽ അത് ഭുവനചന്ദ്രന്റെ ഇടപെടലുകളും തീരുമാനങ്ങളും കാരണം അതെല്ലാം നിസ്സാരമായി തള്ളി മാറുകയും ഒരുപാട് കഷ്ടപ്പാടുകളും വേദനകളും ഭുവനചന്ദ്രൻ സഹിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അത് രണ്ട് കുടുംബങ്ങൾക്കും വളരെ ഗുണമായാണ് വന്നിട്ടുള്ളത്. ഭുവനചന്ദ്രനും മീനയും ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. ഭുവനന്റെ ജീവിതത്തിലെ ഒരുപാട് ദുരിതങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടിലായിരുന്നു അവർ. എന്നാൽ മീന തൻ്റെ ജീവിതത്തിലോട്ട് എത്തിയതോടുകൂടി അവൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു തീരുമാനമായി. ഇന്ന് അത്തരം സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും തന്നെ ഭുവനചന്ദ്രനില്ല. ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചു പോവുകയാണ് ഭുവനചന്ദ്രൻ. ഭുവനചന്ദ്രന്റെ ജീവിതത്തിലെ എല്ലാ ഐശ്വര്യത്തിനും സമാധാനത്തിനും കാരണം നമ്മുടെ മീന തന്നെയാണ്. കുടുംബം മുഴുവനും കാത്തിരിക്കുകയാണ് അവരുടെ പാണ്ഡിതര അണ്ണനു വേണ്ടിയിട്ട്. അണ്ണന്റെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് എന്ന് പുറത്തിറങ്ങും എന്ന കാത്തിരിപ്പിലാണ് അവരെല്ലാവരും. എന്നാൽ ഇവരെക്കാൾ ഏറെ ഒരാൾ അണ്ണനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ഭുവനചന്ദ്രന്റെ സഹോദരിയായിരുന്നു. അവർക്ക് അണ്ണൻ്റെ മനസ്സും അവസ്ഥയും എല്ലാം കൂടി കണ്ടിട്ട് മനസ്സിന് വല്ലാത്ത വിഭ്രാന്തിയായിരുന്നു. പക്ഷേ അതൊടുവിൽ അണ്ണനോട് സ്നേഹമായി മാറി. പിന്നീട് ആ സ്നേഹം ഒരു പ്രണയമായി. അങ്ങനെ അണ്ണൻ ജയിൽ ശിക്ഷ കഴിഞ്ഞു പുറത്തെത്തിയപ്പോൾ അവർ അണ്ണനോട് അവരുടെ മനസ്സ് തുറന്ന് സംസാരിക്കുകയും ഭുവനചന്ദ്രൻ്റെ പൂർണ്ണ താല്പര്യത്തോടു കൂടി തന്നെ അവർ ഒന്നാവുകയും ചെയ്തു. ഇന്ന് പാണ്ഡിതരണ്ണൻ്റെ ഭാര്യയാണ് ഭുവനചന്ദ്രൻ്റെ ഒരേ ഒരു സഹോദരി. ഇന്ന് പാണ്ഡിതരണ്ണൻ പഴയ ആളൊന്നുമല്ല. കുടുംബത്തിനോട് ഒരുപാട് വിലയും ബഹുമാനവും സ്നേഹവും കൽപ്പിക്കുന്ന ഒരാളാണ്. പഴയ റൗഡിത്തരമൊന്നും ആളുടെ അടുത്തില്ല. ഇന്ന് സ്വത്തിനോടോ അധികാരത്തിനോടോ ഒന്നും അദ്ദേഹത്തിന് മോഹവുമില്ല. ഇന്ന് സന്തോഷത്തോടും സമാധാനത്തോടു കൂടി ജീവിച്ചു പോകണം, അത്രയേ ഉള്ളൂ അദ്ദേഹത്തിന്. ഇന്ന് അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട്. ഇവർ കിരണും കല്യാണിയും. പാണ്ഡിതരണ്ണന്റെ മകനാണ് കിരൺ. കല്യാണി മീനയുടെയും ഭുവനചന്ദ്രന്റെയും മകളാണ്. ഇവർ തമ്മിൽ വലിയ കൂട്ടാണ്. ഇന്ന് ആ കുടുംബത്തിൽ ഇവരുടെ കുസൃതിയും തമാശയും എല്ലാം കൂടി നിറഞ്ഞ ഒരു കൊച്ചു സ്വർഗം തന്നെയാണ് അവരുടെ വീട്. ഭുവനചന്ദ്രന്റെ കുടുംബവും ഇപ്പോൾ മീനയുടെ വീട്ടിൽ തന്നെയാണ് താമസം. കാരണം മീനയുടെ അച്ഛനും അമ്മയ്ക്കും ആകെ ഉള്ളത് ആ മകളാണ്. ആ കാണപ്പെട്ട സ്വത്തിനെല്ലാം അവകാശി അവളാണ്. അതുകൊണ്ട് തന്നെ അവളെ വിവാഹം കഴിച്ച് കേരളത്തിലോട്ട് കൊണ്ടുപോകുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ആ മകളെ വിട്ട് അവർക്കൊരു ജീവിതമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധപ്രകാരം ഭുവനചന്ദ്രൻ്റെ വീട്ടുകാരും ഭുവനചന്ദ്രനും മീനയുടെ വീട്ടിലാണ് താമസം. കാരണം ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മടിയും കാണിക്കേണ്ട, ഇത് നിങ്ങളുടെ കൂടി വീടാണ് എന്നെല്ലാം അവർ പറഞ്ഞു. ഭുവനചന്ദ്രന്റെ അച്ഛനും അമ്മയും ഭുവനചന്ദ്രന്റെ കൂടെ തന്നെ മീനയുടെ വീട്ടിലാണ് താമസം. ഭുവനചന്ദ്രന് കൂട്ടായി എന്തിനും ഏതിനും ഇന്ന് അവന്റെ കൂട്ടുകാരെല്ലാം അവന്റെ കൂടെ തന്നെയുണ്ട്. അവർക്ക് അത്ര പെട്ടെന്നൊന്നും ഭുവനചന്ദ്രനെ മറക്കാനോ ഭുവനചന്ദ്രനെ ഇട്ടിട്ട് പോവാനോ കഴിയില്ല. പക്ഷേ ബാസി ഇന്ന് അവരുടെ കൂടെയില്ല. ബാസി ഇപ്പോൾ ജോലിയുമായി വിദേശത്താണ്. ഗൾഫിൽ നല്ലൊരു ജോലി കിട്ടിയപ്പോൾ ബാസി ഗൾഫിലോട്ട് പോവുകയായിരുന്നു. എന്നാൽ ബാക്കിയുള്ളവരെല്ലാം ഭുവനചന്ദ്രന്റെ കൂടെ തന്നെ അവിടെയുണ്ട്. ഭുവനചന്ദ്രന്റെ അമ്മ ഇന്നും ഭുവനചന്ദ്രന്റെ കൂടെ മകന്റെ വളർച്ച കണ്ട് ആസ്വദിക്കുകയാണ്. എന്നാൽ അവർക്കിന്ന് ഒരു വിഷമമുണ്ട്. വേറെയൊന്നുമല്ല, ഭുവനചന്ദ്രന്റെ അച്ഛൻ പ്രായമായി ആകെ കിടപ്പിലാണ് ഇന്ന്. പഴയ ആരോഗ്യമൊന്നും ഇന്നില്ല. അതുമാത്രമാണ് അവരുടെ വേദന. അല്ലാത്ത കാര്യങ്ങൾ കൊണ്ടെല്ലാം ഇന്ന് അവർ വളരെ സന്തോഷത്തിലാണ്. ആദ്യമെല്ലാം മകൻ്റെ കടങ്ങൾ കൊണ്ട് ഒരുപാട് വിഷമിച്ചു. എന്നാൽ ഇന്ന് ഇതാണ് അവരുടെ ഒരേ ഒരു സങ്കടം. മുത്തശ്ശിയാവട്ടെ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഒരു പ്രായമായി അസുഖം ബാധിച്ച് മുത്തശ്ശി മരണപ്പെടുകയും ചെയ്തു. ഭുവനചന്ദ്രനും മീനയും ഇന്ന് വളരെ നല്ല നിലയിൽ ജീവിച്ചു പോവുകയാണ്. മീനയുടെ അച്ഛനായിട്ട് ഉണ്ടാക്കി വച്ചിട്ടുള്ള എല്ലാ ബിസിനസ്സുകളും ഇന്ന് ഭുവനചന്ദ്രന്റെ മേൽനോട്ടത്തിലാണ്. ആ ബിസിനസ്സുകളും ഒക്കെയായി അവർ മുന്നോട്ട് പോവുകയാണ്. അച്ചാർ കമ്പനി മീനയുടെ നേതൃത്വത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ബാക്കി എല്ലാ വ്യവസായങ്ങളും ഭുവനചന്ദ്രനാണ് നോക്കി നടത്തുന്നത്. പാണ്ഡിതരണ്ണന്റെ അമ്മ പാണ്ഡിതരണ്ണന്റെയും കുടുംബത്തിൻ്റെയും കൂടെ സന്തോഷമായി ജീവിക്കുന്നു. പ്രായമായതിൻ്റെ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും
ഒക്കെയുണ്ട്. എന്നാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ആ വീട്ടിൽ വളരെ സന്തോഷത്തോടു കൂടി മകൻ്റെയും മരുമകളുടെയും കൊച്ചുമോൻ്റെയും എല്ലാം കൂടെ സന്തോഷത്തിൽ ജീവിച്ചു പോവുകയാണ് ആ അമ്മയും.